അള്ളാഹുവിൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വീടിനെ എത്രത്തോളം മഹത്വവൽക്കരിക്കണം, അള്ളാഹുവിൻ്റെ ദിക്റിലും ഫിക്റിലുമായ വീടാകണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ അവനിക്കുണ്ടാകുന്ന പൈശാചികമായ ചിന്തകളും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും ഒക്കെയും തടക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാർഗം പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തരികയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടിപ്പോകുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, അഥവാ അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാത്ത ചില വീടുകളുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത, എന്ത് ഹറാമും ചെയ്യുന്ന വീടുകൾ. ആ വീട്ടിലുള്ള അഹ്ലുകാർ അങ്ങനത്തെ ആളുകളായിരിക്കും. മാത്രമല്ല ചില വീട്ടിലെ അഹ്ലുകാർ അവർ ഹലാലും ഹറാമും അവർക്ക് വിഷയമുണ്ടാവുകയില്ല. ഹലാലും ഹറാമിലും അവർക്ക് പ്രത്യേകിച്ച് ഭയമോ ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ അഹ്ലുകാരുടെ സ്വഭാവത്തിൽ നിന്ന് മാറാനുള്ള വഴിയാണ് ഇത്തരം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഇത്തരത്തിലുള്ള പൈശാചികമായി ഉണ്ടാകുന്ന ദുർബോധനങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ഇത്തരം ഹലാലും ഹറാമും പേടിയില്ലാത്ത രീതിയിൽ, രണ്ടും ഹറാമിനെ ഭയമില്ലാതെ ഹലാല് പോലെ തന്നെ അതും ചെയ്തു കൂട്ടുകയും അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെടാത്ത രീതിയിലുള്ള സ്വഭാവം അത്തരത്തിലൊന്നും തന്നെ ഈ സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ, ആ വീട്ടിലെ അഹ്ലുകാരിൽ ഉണ്ടാവുകയില്ല എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടുകൾ ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, ശ്മശാനങ്ങളാക്കരുത് എന്ന് പറയാനുള്ള കാരണം, ശ്മശാനങ്ങളിൽ പൊതുവെ വിശുദ്ധ ഖുർആനൊന്നും ഓതപ്പെടാത്ത, അതിൻ്റെ ഖബറിലെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഓത്തൊന്നുമില്ല. കാരണം അത് സവാബിൻ്റെ ലോകമാണ്. അമ്പിയാക്കന്മാർ നമസ്കരിക്കാറൊക്കെയുണ്ട്, അതൊന്നും വിഷയമല്ല. മറിച്ച് അതിൻ്റെ ഉള്ളിൽ, ഖബറിൻ്റെ ഉള്ളിൽ അത് സവാബിൻ്റെ ലോകമാണ്. അവിടെ ഒന്നും ഓതപ്പെടാത്തതുപോലെ നമ്മൾ നമ്മുടെ വീടുകളും അതുപോലെ ആക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അപ്പോൾ വീട്ടിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും, വലിയ ബറക്കത്തുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.